الشيطان الرجيم. بسم الله الرحمن الرحيم. إن الإنسان خلق هلوعا إذا مسه الشر جزوعا وإذا مسه الخير منوعا إلا المصلين الذين هم على صلاتهم دائمون. وأيضا قال الله تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഈ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ വേദനകളില്ലാത്ത, ടെൻഷനും അസ്വസ്ഥതകളും ഇല്ലാത്ത അള്ളാഹുവിൻ്റെ അനശ്വരമായ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുമായി നാം സംസാരിക്കുമ്പോൾ പലപ്പോഴും നാം കേൾക്കാറുള്ളതാണ്, നമ്മളിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കുറച്ച് ദിവസമായി മനസ്സിനൊരു സുഖമില്ല, കുറേ കാര്യങ്ങളിൽ ടെൻഷനാണ്, അത് എൻ്റെ രാത്രിയിലെ ഉറക്കത്തെ വല്ലാതെ ബാധിക്കുന്നു, മനസ്സിൻ്റെ വേദനകൾ അത് സാവകാശം ശരീരത്തെ ബാധിച്ചു തുടങ്ങി. ഡോക്ടറെ കണ്ടപ്പോൾ 80-120 നിൽക്കേണ്ട പ്രഷർ 110-190 നിൽക്കുന്നു. നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങൾ വളരെ ശക്തമായപ്പോൾ നമ്മുടെ പേഴ്സിൽ, നമ്മളിൽ പലരുടെയും പേഴ്സുകളിൽ പോലും പ്രഷറിൻ്റെയും മാനസികമായ സമ്മർദ്ദങ്ങളുടെയും മെഡിസിൻ നാം കൃത്യം കൊണ്ടു നടക്കുന്നുണ്ട്. മലയാളികൾ വലിയ വിദ്യാസമ്പന്നരും അറിവുള്ളവരുമാണ് എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും മാനസികമായി തളർന്നും തകർന്നും പോകുന്നവരാണ്. ഇന്നലെ വരെ ജീവിച്ചു കൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് ജീവിതം ഒരു താളം തെറ്റിയപ്പോൾ, ജീവിതത്തിനൊരു ചെറിയ പ്രതിസന്ധി വന്നപ്പോൾ മനസ്സിൻ്റെ വല്ലാത്ത അസ്വാസ്ഥ്യങ്ങളിൽ തകർന്നുകൊണ്ട് പല മനുഷ്യരും ഇത്തരം സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിശ്വാസവും പരലോക ചിന്തയുമില്ലാത്ത മനുഷ്യർ ജീവിതത്തിൻ്റെ ഒളിച്ചോട്ടമായി ആത്മഹോദികളിലേക്ക് അവർ ചിന്തിച്ചു പോകുന്നു. മറ്റൊരു കൂട്ടം മനുഷ്യർ രണ്ട് കൂട്ടരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്ത സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ആസ്വാദനങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഇതെനിക്ക് കിട്ടേണ്ടതാണ്, എൻ്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ് എന്ന് അഹങ്കാരത്തിൻ്റെയും അഹന്തയുടെയും പൊങ്ങച്ചത്തിൻ്റെയും വർത്തമാനങ്ങൾ സാധാരണ മനുഷ്യരിൽ നിന്ന് നാം കേൾക്കാറുണ്ട്.
എന്നാൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്, സൂറത്തുൽ മആരിജിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, തീർച്ചയായും മനുഷ്യരെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് അക്ഷമനായിക്കൊണ്ടാണ്. ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, വിവാഹം കഴിച്ചു വിട്ട മകളുടെ ആ വീട്ടിൽ നിന്നൊരു ചെറിയ പ്രശ്നങ്ങളായി, ഇനി അത് ഡൈവോഴ്സിലേക്ക് പോകുമോ എന്ന മനസ്സിന്റെ വല്ലാത്ത പിരിമുറുക്കവും അസ്വസ്ഥതയും, സുന്ദരമായി കഴിച്ചുകൊണ്ടിരുന്ന ബിസിനസ്സാണ്, ദിവസവും 10,000-ഉം 20,000-ഉം ലാഭം കിട്ടിക്കൊണ്ടിരുന്ന ബിസിനസ്, അതൊരു രൂപയും കിട്ടാതെ വന്ന് ഷോപ്പിലെ ജീവനക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോ മനസ്സിന്റെ നില തെറ്റിപ്പോകുന്നവർ, ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂഅ, മനുഷ്യരെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് അക്ഷമനായി കൊണ്ടാണ്. വൈദാ മസ്സഹു ശർറു ജസൂഅ, ഇദാ മസ്സഹു ശർറു ജസൂഅ, അവന്റെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും അത്യാഹിതങ്ങളോ പരീക്ഷണങ്ങളോ, അവന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സങ്കടങ്ങളോ പ്രതിസന്ധികളോ വന്നാൽ അവൻ വേവലാതിക്കാരനായി മാറും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. എന്നാൽ വൈദാ മസ്സഹുൽ ഖൈറു മനൂഅ, അവന്റെ ജീവിതത്തിൽ ഖൈർ വന്നാൽ, ഐശ്വര്യങ്ങളും ധന്യതയും സമാധാനവും വന്നാൽ, മനൂഅ, അവനത് തടഞ്ഞു വെക്കും. അതെനിക്ക് കിട്ടേണ്ടതാണ്, അതിന് ഞാൻ അർഹനാണ്. സമ്പത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും പേരിൽ ദുരഭിമാനം നടിക്കും. അതിനെക്കുറിച്ച് വലിയ വീരവാദങ്ങളും ആ മനുഷ്യൻ പറയും. ഇതാണ് മനുഷ്യരുടെ പച്ചയായ യാഥാർത്ഥ്യം എന്ന് അല്ലാഹു പറഞ്ഞിട്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ അടിവരയിട്ടുകൊണ്ട് ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യർ പൊതുവെ ഇങ്ങനെയാണെങ്കിലും ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരൊഴികെ, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, 5 നേരം അല്ലാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനാണ് എന്നെ സൃഷ്ടിച്ചതെന്നും അവനാണ് എനിക്ക് സങ്കടങ്ങളും സന്തോഷവും തരുന്നതെന്നും തിരിച്ചറിഞ്ഞ ഒരു കൂട്ടം വിശ്വാസികളുണ്ട്. ഈ ഭൂമിയിലെ 800 കോടി മനുഷ്യരിൽ നിന്ന് ഒരു ചെറിയ 1% മനുഷ്യർ, അവരെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, ഈ ലോകത്തെ മനുഷ്യർ വലിയ ആഹ്ലാദത്തിലും വലിയ സമ്പന്നതയിലും ലോകത്തെ നമ്പർ 1 കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ പേരുള്ളവരും, രാത്രിയിൽ അവർ ഉറങ്ങാൻ വിലപിടിപ്പുള്ള ഗുളികകൾ കഴിച്ചുകൊണ്ട് അവർ ഉറങ്ങുമ്പോ സമാധാന ചിത്തരായി ഈ ഭൂമിയിൽ ഒരു കൂട്ടം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അവരാരാണെന്നറിയുമോ? ഇല്ലൽ മുസല്ലീൻ, നമസ്കാരക്കാരൊഴികെ. അവരുടെ പ്രത്യേകത എന്താണ്? അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ വളരെ ബദ്ധശ്രദ്ധയുള്ളവരാണ്, കൃത്യതയും ശ്രദ്ധയുമുള്ളവരാണ്. അവർ നമസ്കരിക്കുന്നത്, കുറെ കാലം എൻ്റെ കൂടെ ജീവിച്ചിരുന്ന എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയപ്പോ ഞാൻ എന്നോട് ചേർന്ന് കിടന്ന് എനിക്ക് വേണ്ടി എല്ലാം സംവിധാനിക്കുന്ന, എനിക്ക് ഭക്ഷണം ഒരുക്കി തരുന്ന, എനിക്ക് മരുന്നെടുത്തു തരുന്ന, എൻ്റെ വസ്ത്രം അലക്കി തരുന്ന എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയപ്പോ ആ മാനസിക സംഘർഷത്തിൽ കുറെ നാളങ്ങ് നമസ്കാരക്കാരായി പോകുന്നവരല്ല. സ്വന്തം മകൻ മരണപ്പെട്ടു പോയപ്പോ, ഉപ്പ മരണപ്പെട്ടപ്പോ ഹോസ്പിറ്റലിൽ ഡോക്ടർ ചെക്കപ്പ് നടത്തിയിട്ട് നിങ്ങൾ ക്യാൻസറിന്റെ 2ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേജിലാണെന്ന് പറയുമ്പോ നമസ്കാരം തുടങ്ങിയവരല്ല. അവർ അല്ലാഹുവിനെ തിരിച്ചറിഞ്ഞവരാണ്. ഈ ലോകത്ത് ഞാൻ എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞവരാണ്. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരാരും ഇവിടെയില്ല. ഒരു കാലഘട്ടത്തിന്റെ ഭാഗമായി എന്നെ റബ്ബ് ഇവിടെ സൃഷ്ടിച്ചു. കുറച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ റബ്ബിലേക്ക് മടങ്ങേണ്ടവനാണ്. ആ മടങ്ങുമ്പോ
കുന്നുകൂടിയ സമ്പത്തിന്റെ ശേഖരങ്ങളല്ല എൻ്റെ അക്കൗണ്ടിലേക്ക് കുന്നുകൂടേണ്ടത്. അതിനോടൊപ്പം അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്യേണ്ടതുണ്ട്. ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രമല്ല, സന്തോഷങ്ങളും സങ്കടങ്ങളും കടന്നു വരും. അവിടെ മനസ്സിനെ അടക്കിയും ഒതുക്കിയും നിർത്തുന്നവർ, പ്രതിസന്ധികളിൽ തളർന്നും തകരാതെയും മുൻപോട്ട് പോകുന്നവർ ഇല്ലൽ മുസല്ലീൻ, നമസ്കാരക്കാരൊഴികെ. എന്നിട്ട് വീണ്ടും അല്ലാഹു പറഞ്ഞത് അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. വെള്ളിയാഴ്ച നമ്മളിൽ പലരും രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോ ഇന്ന് വെള്ളിയാഴ്ചയാണ് മോനെ എന്ന് ഉപ്പയും ഉമ്മയും പറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ ഭാര്യ പറഞ്ഞു ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഈ വെള്ളിയാഴ്ചയെങ്കിലും നിങ്ങൾ പള്ളിയിലേക്ക് പോകണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ വെള്ളിയാഴ്ച മാത്രം, ക്രൈസ്തവർ ഞായറാഴ്ചകളിൽ മാത്രം കൂടുന്നത് പോലെ വെള്ളിയാഴ്ച മാത്രം നമസ്കരിക്കുന്നവരല്ല, നമസ്കാരത്തിൽ ബദ്ധശ്രദ്ധയുള്ളവരാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുള്ളവരാണ്. എൻ്റെ ഹൃദയം പ്രവർത്തിപ്പിക്കുന്ന, എൻ്റെ ശരീരം തളർന്നു പോകാതെ നട്ടല് നിവർന്ന് നടക്കാൻ കഴിയുന്ന, എനിക്ക് സർവ്വതും സംവിധാനിച്ച അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയോടുകൂടി ജീവിക്കുന്നവർ, ഇടയ്ക്കിടയ്ക്ക് ഹൃദയത്തിൽ നിന്ന് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവർ. നമ്മെക്കുറിച്ച് പലരും മഹത്വം പറയുമ്പോഴും അതെന്റെ കഴിവ് കൊണ്ടല്ല, അതെന്റെ മിടുക്ക് കൊണ്ടല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് സർവ്വതും അല്ലാഹുവിന് സമർപ്പിക്കുന്നവരാണവർ. എന്നാൽ പ്രിയമുള്ളവരെ, നാം ചിന്തിച്ചു നോക്കുക, ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തു നിന്ന് വിടവാങ്ങുമ്പോ അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ചില വാക്കുകൾ അവിടുത്തെ നാവിലൂടെ പുറത്തേക്ക് വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചെവി കൊടുക്കുമ്പോ ആ പ്രവാചകൻ അവസാനമായി ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ പ്രവാചകൻ പറഞ്ഞത് യാ ഉമ്മതി അസ്സലാ അസ്സലാ ഔ മാ മലകത് ഐമാനുകും. എൻ്റെ ഉമ്മത്തികളെ, എൻ്റെ സമൂഹമേ, വിശ്വാസികളായ എൻ്റെ സഹോദരങ്ങളെ, അസ്സലാ അസ്സലാ, നമസ്കാരത്തിന്റെ വിഷയം നിങ്ങൾ ഗൗരവത്തോടെ എടുക്കണം. നമസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധയുള്ളവരാകണം. ഔ മാ മലകത് ഐമാനുകും, നിങ്ങളുടെ വലം കൈ ഉടമയാക്കിയ നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ, എൻ്റെ തുണിയൊക്കെ ഒന്ന് അലക്കി വെച്ചേക്കണം, ഉപ്പയെ ശ്രദ്ധിക്കണം എന്ന് ആജ്ഞാപിക്കാനുള്ളതല്ല. രണ്ടുപേരോടും മാന്യമായി പരസ്പരം വളരെ സൗമ്യതയോടും സൗഹാർദ്ദതയോടും കൂടിയാണ് കഴിയേണ്ടതെന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ ഉണർത്തിയത്. അതിലൊന്നാമത്തത് അസ്സലാ, നമസ്കാരത്തെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെയും 5 നേരം കൃത്യമായി നമസ്കരിക്കുന്നവരാണ്. നമ്മുടെ മക്കൾ, നമ്മുടെ പേരമക്കൾ, നമ്മുടെ ബന്ധുക്കളിൽ പലരും നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ബന്ധുജനങ്ങളിൽ, നമ്മുടെ അയൽവാസികളിൽ പലരുടെയും അവരുടെ വീടുകളുടെ രഹസ്യമറിയുന്ന നാം പലപ്പോഴും അത്തരം ഭവനങ്ങളിൽ ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല. രോഗങ്ങളാണ്. മകനെയും മകളെയും വിവാഹം ചെയ്തയച്ചിട്ട് അവിടെ ഒരു സമാധാനമില്ല. വലിയ വലിയ രോഗങ്ങളുടെ ലിസ്റ്റുകളാണ് അവിടെ കാണപ്പെടുന്നത്. അത്തരം ഭവനങ്ങളിൽ സമാധാനമില്ലാത്തതിന്റെ കാരണം പ്രഭാത നമസ്കാരത്തിന്റെ സമയത്ത് ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹയ്യ അലസ്സലാഹ്, നമസ്കാരത്തിലേക്ക് വാ, സമാധാനം വേണോ, നീ ശാന്തി വേണോ, ഹയ്യ അലസ്സലാഹ്, നമസ്കാരത്തിലേക്ക് വാ, ഹയ്യ അലൽ ഫലാഹ്, നിനക്ക് ജീവിതത്തിൽ വിജയം നേടാം, നാളെ പരലോകത്തും നിനക്ക് വിജയം നേടാം, നീ നമസ്കാരത്തിലേക്ക് വാ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിളിച്ചപ്പോ നമ്മളിൽ നിന്ന് എത്ര പേര് ഇന്ന് പ്രഭാത നമസ്കാരത്തിൽ ജമാഅത്തായി നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു? നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ഹോസ്റ്റലിലാണ്. മോനെ, നീ ഹോസ്റ്റലിന്റെ അടുത്ത് പള്ളിയുണ്ട്, നീ അവിടെ ചെന്ന് നമസ്കരിക്കുന്നുണ്ടോ? മോനെ, നമസ്കാരത്തിൽ നീ ശ്രദ്ധിക്കുന്നുണ്ടോ? അവരിൽ പലരും വിദേശങ്ങളിൽ പഠനം നടത്തുന്നവരാണ്. മോനെ, നീ വെള്ളിയാഴ്ച ജുമഅയ്ക്ക് പോകണം, നമസ്കാരത്തിന് പള്ളിയിൽ പങ്കെടുക്കണം. നമുക്കൊരു മരുമകനെ കണ്ടെത്തുമ്പോ, മരുമകളെ കണ്ടെത്തുമ്പോ, നമ്മുടെ വീട്ടിലേക്ക് ഒരു മകൻ കടന്നു വരുമ്പോ പലപ്പോഴും നാം അവരെ കുറിച്ച് അന്വേഷിക്കും. അതെ, നല്ലൊരു ചെറുപ്പക്കാരനാണ്, മദ്യപാനമൊന്നുമില്ല,
അദ്ദേഹം വലിയ ആർഭാട ജീവിതം നയിക്കുന്ന ആളല്ല. പക്ഷേ പള്ളിയിൽ ചോദിച്ചപ്പോ, ഇമാമിനോടൊന്ന് ചോദിച്ചപ്പോ, പള്ളിയിൽ നമസ്കരിക്കുന്നവരോട് ചോദിച്ചപ്പോ പള്ളിയുമായൊരു ബന്ധവുമില്ല, നമസ്കാരവുമായൊരു ബന്ധവുമില്ല, പടച്ച റബ്ബുമായിട്ടൊരു ബന്ധവുമില്ല. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മകൾ അല്ലെങ്കിൽ നമ്മുടെ മകന്റെ ഭാര്യയായി വരുന്ന നമ്മുടെ കുടുംബത്തിൽ എവിടെ നമുക്ക് സമാധാനം കിട്ടുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോ അവസാനമായി നമ്മെ ഓർമ്മപ്പെടുത്തിയത് നമസ്കാരത്തിലുള്ള ശ്രദ്ധയാണ്. നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു അസ്സലാ. നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യമായി നമ്മെ വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. നമുക്ക് ജീവവായു തന്ന, നമുക്ക് ജീവാമൃതമായ വെള്ളം തന്ന, നമുക്ക് സമാധാനം നൽകിയ, ഈ ഭൂമിയിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ അവസരം നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒന്നാമതായി നമ്മെ വിചാരണ ചെയ്യുന്നത് നമസ്കാരത്തെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, നാളെ പരലോകത്ത് എനിക്കെന്നെ നഷ്ടപ്പെട്ടു, ഞാൻ ഇനി നിത്യ നരകത്തിലാണെന്ന മനുഷ്യരോട്, നരകത്തിലാണെന്നറിഞ്ഞ മനുഷ്യരോട് നരകവാസികളായ മലക്കുകൾ ചോദിക്കും, മാ സലകകും ഫീ സഖർ, എങ്ങനെ ഈ സഖറിൽ വീണുപോയി, എങ്ങനെ ഈ നരകാഗ്നിയുടെ അഗാധഗർത്തങ്ങളിലേക്ക് നിങ്ങൾ വീണുപോയി എന്ന് ചോദിക്കുമ്പോ ഖാലു, അവർ പറയും, ലം നകു മിനൽ മുസല്ലീൻ, നമ്മൾ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. നമ്മൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക്, നമസ്കാരത്തിലേക്ക് പ്രഭാതത്തിലും പ്രദോക്ഷത്തിലും കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന അയൽവാസികളും സുഹൃത്തുക്കളും ഒക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഖാലു ലം നകു മിനൽ മുസല്ലീൻ, നാം നമസ്കരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, നാം സാധുക്കൾക്ക് അന്നം നൽകുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല. ഇതിൽ നിന്നൊക്കെയും നമുക്ക് മനസ്സിലാകും പ്രിയമുള്ളവരെ, 5 നേരത്തെ നമസ്കാരത്തിന്റെ മഹത്വവും മഹാത്മ്യവും. ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്മുടെ പൂർവ്വപിതാവായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഞാനും എൻ്റെ മക്കളുമൊക്കെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. എൻ്റെ പിൻതലമുറ, എൻ്റെ മരണശേഷമുള്ള തലമുറ അള്ളാഹുവിനെ മറന്നുപോകുന്ന, റബ്ബിനെ മറന്നുപോകുന്നവരാകുമോ എന്ന ഭയപ്പാടോടുകൂടി, ആശങ്കയോടുകൂടി ആ പ്രവാചകന്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി, അള്ളാഹുവേ എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ പിൻതലമുറക്കും അല്ലാഹുവേ നമസ്കാരത്തെ കുറിച്ചുള്ള ബോധവും ശ്രദ്ധയും തരണമേ എന്ന് ആ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. മഹാനായ മൂസാ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, മൂസായോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഅബ്ദുനി, നീ എന്നെ ആരാധിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? വാഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ കുറിച്ചുള്ള ഓർമ്മ, ആ ഒരു ദൈവബോധം, റബ്ബ് കാണുന്നുണ്ട് എന്നൊരു ബോധം നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നീ നമസ്കരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ളവനാകുന്നതിന് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയാണ് നാം നമസ്കരിക്കുന്നത്? പ്രിയമുള്ളവരെ, സൂറത്ത് ത്വാഹയിലൂടെ ആ മഹാനായ മൂസാ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറയുന്ന മറുപടി, വാഖിമിസ് സ്വലാത ലിദിക്രി, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഓർമ്മ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകണം. പള്ളിയിൽ മാത്രമല്ല, അതുപോലെ ആരാധനാ കർമ്മങ്ങളിൽ മാത്രമല്ല, ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലൊക്കെയും ആ ദൈവബോധം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മഹാനായ ഈസാ അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് സംസാരിച്ച ചരിത്രം നമുക്കറിയാം. തൊട്ടിലിൽ കിടന്നുകൊണ്ട് ആ പ്രവാചകൻ പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. കാരണം ഒരു പുരുഷ സ്പർശനമില്ലാതെ ഉമ്മയിലൂടെ മാത്രം ജനിച്ച മഹാനായ ഈസാ അലൈഹിസ്സലാം അവരുടെ ചാരിത്രത്തെ സംശയിച്ചുകൊണ്ട് ആ ജനത വല്ലാതെ സംശയിച്ചപ്പോ ആ മറിയം കുഞ്ഞിലേക്ക് ചൂണ്ടി. അവർ ചോദിച്ചു, തൊട്ടിലിൽ കിടക്കുന്ന ഈ കുഞ്ഞെന്ത് സംസാരിക്കാനാണ്?
റബ്ബ് ആ കുഞ്ഞിനെ സംസാരിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്, അടിമയാണ്. അതാരിയൽ കിതാബ, അല്ലാഹു എനിക്ക് വേദഗ്രന്ഥം നൽകി. എന്നിട്ട് ആ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാം പറയുന്നതായി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ, ജീവനുള്ളിടത്തോളം കാലം, ആത്മാവുള്ളിടത്തോളം കാലം, നമ്മുടെ ശരീരത്തിൽ റൂഹുള്ളിടത്തോളം കാലം നമസ്കാരത്തെയും സക്കാത്തിനെയും വളരെയധികം ശ്രദ്ധിക്കണമെന്ന് എൻ്റെ റബ്ബനോട് വസിയ്യത്ത് ചെയ്യുന്നു എന്ന് മഹാനായ ഈസാ അലൈഹിസ്സലാം തൊട്ടിലിൽ കിടന്നുകൊണ്ട് ആ കുഞ്ഞിന്റെ സംസാരം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമസ്കരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും രോഗം വന്നാൽ, കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു ബന്ധുവായ ഉപ്പയാണ്, രോഗിയായി കിടക്കുന്നു. ഞാൻ ചോദിച്ചു, ഉപ്പ നമസ്കാരമൊക്കെ എങ്ങനെയാണ്? ഇല്ല, ഞാൻ ഇവിടെ തന്നെയാണ്, പിന്നെ ബെഡിൽ തന്നെയാണ്, അറിയാതെ മൂത്രമൊക്കെ ആകുന്നുണ്ട്, കുളിച്ചിട്ടില്ല, ശുദ്ധിയായിട്ടില്ല. ആ പ്രായമുള്ള ഉപ്പയോട് പറഞ്ഞു, ഒരു പക്ഷേ ഈ ബെഡിൽ നിന്ന് ഇനി ഒരുപക്ഷെ എഴുന്നേൽക്കണം എന്നില്ല, ഇവിടെ നിന്ന് നാം അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് നമസ്കാരത്തെക്കുറിച്ചൊരു ബോധം വേണം. പ്രിയമുള്ളവരെ, നമ്മൾ ബെഡിൽ ഹോസ്പിറ്റലിൽ കിടപ്പിലായി, നമുക്ക് എണീക്കാൻ കഴിയില്ല, നമുക്ക് ഒളു എടുക്കാൻ കഴിയില്ല, നമുക്ക് തയമ്മം ചെയ്യാൻ കഴിയില്ല. നമസ്കാരത്തിന്റെ സമയമാകുമ്പോ നമ്മുടെ ഹൃദയം കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവേ 10-60 വർഷക്കാലം ഈ ഭൂമിയുടെ മേച്ചിൽ പുറത്തിൽ ഞാൻ ഓടി നടന്നു, ഞാൻ ഇന്ന് ഹോസ്പിറ്റലിന്റെ ഈ വെന്റിലേറ്ററിന്റെ ഈ ഐസിയുവിന്റെ ഉള്ളിലാണ്. ഇനി ഒരു പക്ഷേ വീടിന്റെ ഉമ്മറത്തേക്ക് എന്റെ ശവശരീരമായിരിക്കും കൊണ്ടുപോകുന്നത്. നീ എനിക്ക് റൂഹ് തന്ന്, എനിക്ക് ഓർമ്മ തന്ന്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പ്രപഞ്ചത്തിന്റെ നാഥനായ അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ആ ബെഡിൽ കിടന്നുകൊണ്ട്, ആ വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ളൊരു ബോധം വേണമെങ്കിൽ നമസ്കാരത്തെ കുറിച്ചുള്ള ശ്രദ്ധ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, നമസ്കാരം അശ്രദ്ധമാകരുത്. ഒരു പുതുതലമുറയെ കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ പേരമക്കളും നമ്മുടെ മക്കളും പലരും അവര് പ്രഭാതം കണ്ടിട്ടില്ല, അവര് പ്രഭാത നമസ്കാരത്തിൽ പങ്കെടുക്കാറില്ല. തൗഹീദുള്ള മക്കളായിരിക്കാം, തൗഹീദുള്ള പേരമക്കളായിരിക്കാം, പക്ഷേ പ്രഭാത നമസ്കാരത്തിൽ, സുബഹിയുടെ നമസ്കാരത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി, ഇശാ നമസ്കാരവും സുബഹി നമസ്കാരവും കപട വിശ്വാസികൾക്ക് ഏറ്റവും പ്രയാസമുള്ള 2 നമസ്കാരമാണ്. നമ്മളെ കുറിച്ചൊന്ന് പരിശോധിക്കുക പ്രിയമുള്ളവരെ. സുബഹി നമസ്കാരവും ഇശാ നമസ്കാരവും കപട വിശ്വാസികൾക്ക്, വിശ്വാസിയാണെന്ന് അഭിനയിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും പ്രയാസമാണ്. ഇന്ന് പ്രഭാത നമസ്കാരത്തിന് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരവും സുബഹിയും നമുക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഭൂമിയുടെ മേളിൽ മഹാസൗഭാഗ്യവാന്മാരാണെന്ന് നാം കരുതണം. നമ്മളിൽ മാത്രമല്ല, നമ്മുടെ മക്കളും നമ്മുടെ പേരമക്കളും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ അയൽവാസികളും ഈ നമസ്കാരത്തെ കുറിച്ചുള്ള ശ്രദ്ധ വേണം. ഞാൻ പടച്ചവന്റെ മുന്നിലാണ് നിൽക്കുന്നത്, വെറുതെ ഒരു യാന്ത്രികമായ ഒരു നമസ്കാരമല്ല, നമസ്കാരത്തെ കുറിച്ചുള്ള ബദ്ധശ്രദ്ധയുണ്ടാകണം. എൻ്റെ ഒരു സുഹൃത്ത് നമസ്കരിച്ചുകൊണ്ട് വീട്ടിൽ പാതിരാവിൽ നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചെറിയ മകൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹത്തിന്റെ മുസല്ലയിൽ വന്ന് ആ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനും ചാടാനും ചിരിക്കാനും ഒക്കെ തുടങ്ങി. റബ്ബിന്റെ മുന്നിലായിരുന്ന ആ സഹോദരന്റെ ശ്രദ്ധ അറിയാതെ തന്റെ മകളിലേക്ക് നീങ്ങി. അദ്ദേഹം പാരായണം ചെയ്തു കൊണ്ടുവന്ന സൂറത്തുൽ മുനാഫിഖൂനിലെ അവസാനത്തെ ആ വാചകം അദ്ദേഹം ഓതുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ സിക്രില്ലാഹ്. അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുൽഹികും, നിങ്ങളെ നശിപ്പിച്ചു കളയാതിരിക്കട്ടെ. നിങ്ങളുടെ ധനവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ മക്കളും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന്, ദൈവബോധത്തിൽ നിന്ന് നിങ്ങളെ അശ്രദ്ധനാക്കാതിരിക്കട്ടെ. ഈ ഒരു വചനം കേട്ടപ്പോഴാണ് അദ്ദേഹം ആ നമസ്കാരത്തെ കുറിച്ചുള്ള ഗൗരവം അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നത്.
അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുമ്പോ നാം ജുമാ നമസ്കാരത്തിന് വേണ്ടി ജുമായുടെ മുന്നിലുള്ള 2 റക്അത്ത് സുന്നത്തിലേക്ക് വരുമ്പോ നമ്മുടെ ഷോപ്പിനെ കുറിച്ച്, നാം പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീടിനെ കുറിച്ച്, നമ്മുടെ വീട്ടിലേക്ക് മകളുടെ ഒരു ആലോചനയുമായി ഒരു കൂട്ടർ വന്നിട്ടുണ്ട്. അവരുടെ വിവാഹം എന്താകും? പലതരം ചിന്തകളിലാണ് നാം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മുടെ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ ചിന്തകളെയും ബ്ലോക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ ഹൃദയത്തിൽ ഒരു ബോധമുണ്ടാകണം. എന്താണ് ആ ബോധം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്ത് നമസ്കരിക്കാൻ വേണ്ടി നിന്നാൽ റസൂല് അവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തും, ഈ നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ നമസ്കാരമാണ്. ഈ ജുമാ നമസ്കാരം എനിക്ക് നന്നാകാനുള്ള അവസാനത്തെ അവസരമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന എത്രയോ മനുഷ്യരാണ് ഫലസ്തീനിൽ മരണപ്പെട്ടു പോയത്. നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ പരിസരങ്ങളിൽ മരണപ്പെട്ടു പോകുന്നത്. ഓരോ നമസ്കാരത്തിലും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത, ഇതെന്റെ ജീവിതത്തിന്റെ അവസാനത്തെ നമസ്കാരമാണ്. ഈ ളുഹർ കഴിഞ്ഞാൽ, ഈ ജുമാ കഴിഞ്ഞാൽ, ഈ അസ്ർ നമസ്കാരം കഴിഞ്ഞാൽ അടുത്തൊരു നമസ്കാരത്തിൽ ഞാനില്ല. ഒരുപക്ഷേ എൻ്റെ വീടിന്റെ ഉമ്മറത്തു നിന്ന് എൻ്റെ മക്കളും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ വീടിന്റെ ഉമ്മറത്ത് ഒരു ടാർപോളിൻ കൊണ്ട് കെട്ടിമറച്ചിട്ട് എന്നെ മയ്യത്ത് കുളിപ്പിക്കാൻ, എന്നെ ഖബറടക്കാൻ കൊണ്ടുപോകുന്ന വെപ്രാളത്തിലും തിരക്കിലുമായിരിക്കും. ആ ഒരു ബോധം, ആ ഒരു ഓർമ്മ ഓരോ നമസ്കാര സമയത്തും നമുക്കുണ്ടാകണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ വിജയിക്കുക തന്നെ ചെയ്യും. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരങ്ങൾ ഖുശൂ ഉള്ളവരാണ്, അവരുടെ നമസ്കാരങ്ങൾ ഭക്തിയുള്ളവരാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ പദങ്ങളുടെയും ആ തസ്ബീഹുകളുടെയും സൂറത്തുൽ ഫാത്തിഹയുടെയും എങ്കിലും അർത്ഥം നാം മനസ്സിലാക്കിക്കൊണ്ട് ആശയം ഗ്രഹിച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് സ്വയബോധത്തോടുകൂടി, ബോധന മനസ്സോടുകൂടി നമ്മുടെ ഹൃദയം കൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കാനും റുകൂഇലൂടെ നാം പറയുന്നു, സുബ്ഹാനക റബ്ബേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എനിക്ക് മക്കളെ തന്ന, പട്ടിണിയില്ലാതെ കഴിയാൻ സമ്പത്ത് തന്ന, അറിവും വിജ്ഞാനവും തന്ന അല്ലാഹുവേ, ഏറ്റവും വലിയ അനുഗ്രഹമായ തൗഹീദും ഹിദായത്തും തന്ന റബ്ബേ, നീ പരമപരിശുദ്ധനാണ്. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ പരമപരിശുദ്ധനാണ്. അല്ലാഹുമ്മ ഗഫ്ർലി, എൻ്റെ പാപങ്ങൾ നീ എനിക്ക് പുറത്തു തരണം. ഏത് സമയത്ത് ഞാൻ വിടവാങ്ങുമെന്ന് അറിയില്ല റബ്ബേ, നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമെന്ന് നമസ്കാരത്തിലൂടെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയം അല്ലാഹുവിലേക്ക് മടങ്ങിക്കൊണ്ട് ആത്മാർത്ഥമായി ശരിയായ രൂപത്തിൽ നമസ്കരിക്കുവാനും അവനിഷ്ടപ്പെടുന്ന നല്ല കർമ്മങ്ങളുമായി റബ്ബിനെ കണ്ടുമുട്ടുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.